ഹലോ ട്രേഡേഴ്സ്, ഡെയിലി ട്രേഡേഴ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലെ എന്താണോ ചെയ്തത് അത് തന്നെയാണ് നിഫ്റ്റിയിൽ നിന്ന് ചെയ്തത്. മാർക്കറ്റിൽ നിന്ന് രാവിലെ ഓപ്പൺ ആക്കി അടിയിലേക്ക് ആ ഒരു സൈഡ് വേസ് നിൽക്കുന്ന ആ ഒരു രീതിയിലേക്കാണ് നിഫ്റ്റി രാവിലെ തന്നെ വന്നത്. പിന്നെ അവിടെ കൺസോൾട്ടേറ്റ് ചെയ്യുക ചെയ്തത്. മാർക്കറ്റ് നമ്മളോട് പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ട്രേഡ് ആയിട്ടില്ല, വെയിറ്റ് ചെയ്യുക എന്നുള്ള കൺസെപ്റ്റാണ്. സി സൈഡിക്ക് തീരെ ആയിട്ടില്ല, പി സൈഡാണ് ഒരു ടെൻഡൻസി ഇപ്പോഴും നിൽക്കുന്നത്. ഇനി സി സൈഡിക്ക് പോകണ്ടെങ്കിൽ നമ്മളെടുക്കും. അധികം റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് ഒന്ന് സസ്റ്റെയിൻ ചെയ്ത് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ എടുക്കാൻ പറ്റും. പക്ഷെ അങ്ങനത്തെ സിനാരി നടന്നിട്ടില്ല, അതാണ് ഇങ്ങനെ നിൽക്കണത് കേട്ടോ. ഇപ്പോൾ സ്പോട്ട് ബേസിൽ ഇങ്ങനെയാണ് പറയാൻ പറ്റുക. സ്പോട്ടിൽ നിങ്ങൾ ട്രേഡ് എടുക്കുമ്പോൾ ഒരു സസ്റ്റെയിൻ ടൈം കൊടുക്കണം. സപ്പോർട്ട് റെസിസ്റ്റൻസ് ഒക്കെ ബ്രേക്ക് ചെയ്യണ നേരത്ത് ഒരു സസ്റ്റെയിൻ ടൈം കൊടുക്കണം. നമ്മൾ ക്യാൻഡിൽസ് മാത്രം നോക്കിയിട്ട് ട്രേഡ് എടുക്കാനൊന്നും പറ്റില്ല സ്പോട്ടിൽ ചെയ്യുമ്പോൾ. സ്ട്രൈക്കിൽ അങ്ങനെയല്ല. സ്ട്രൈക്കിൽ നമ്മൾ ഡയറക്റ്റ് എൻട്രി ആണ് എടുക്കുക. കണ്ടീഷൻ ആക്ടിവേറ്റ് ആയി ഡയറക്റ്റ് എൻട്രി എടുക്കുക. അവിടെ പിന്നെ വേറെ ടൈം കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്കൊന്ന് BTC ട്രേഡ്സ് ഉണ്ടായിരുന്നു. BTCയിൽ നമുക്ക് നല്ല പ്രോഫിറ്റ് ഒന്ന് വന്നിട്ടുണ്ട്. രാവിലെ 8 ട്രേഡ്സാണ്. അപ്പോൾ രാവിലെ തന്നെ എല്ലാവർക്കും നല്ല രീതിക്ക് പ്രോഫിറ്റ് എടുക്കാൻ പറ്റുന്നതാണ്. ഒരു 8:30 ടൈമിലാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. രാവിലെ എന്ന് പറഞ്ഞാൽ 8:30 8:30ക്കാണ് ട്രേഡ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ആ ട്രേഡ് നമുക്ക് സിയും പിയും ആക്ടിവേഷൻ നടന്നിട്ടുണ്ട്. ഫസ്റ്റ് നമുക്ക് പി ആക്ടിവേഷൻ നടന്ന് ഒരു പ്രോഫിറ്റ് കണ്ട ശേഷം പിന്നെ സി ആക്ടിവേഷൻ നടന്നു. സിയിൽ നമുക്ക് ഒരു $600 വൺ സ്ട്രക്ചറിൽ തന്നെ വന്നിട്ടുണ്ട്. റീ എൻട്രി ആണെങ്കിലും ഒരു നല്ല പ്രോഫിറ്റ് വരും കേട്ടോ. റീ എൻട്രി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നല്ല പ്രോഫിറ്റിക്ക് പോകേണ്ട ഒരു ട്രേഡാണത്. സി സൈഡ് കുറച്ച് കാലമായി നമ്മുടെ ഗ്രൂപ്പുകളൊക്കെ ഒന്ന് നമ്മുടെ വീഡിയോസിൽ കാണിച്ചിട്ട്. ഇതാണ് നമ്മുടെ ഫ്രീ ടെലിഗ്രാം ചാനൽ മെമ്പേഴ്സ് നമുക്ക് കാണാൻ പറ്റും. പിന്നെ ട്രേഡ് ഇടുന്ന ടൈമിങ്ങുകൾ നമുക്ക് കാണാം. അതായത് ഒരു ട്രേഡ് ഞാൻ ഇട്ട ടൈം 8:40 ഇന്നിട്ട ടൈം കേട്ടോ. 8:40 നമുക്കൊരു പ്രൈസ് തരുന്നത്. അതിൻ്റെ മുകളിൽ ട്രേഡ് എടുക്കേണ്ടതെന്ന് പറഞ്ഞത് 8:40 ഞാൻ ഇടുന്നത്. പിന്നെ മാർക്കറ്റ് ഓപ്പൺ ആയി വേറെ പ്രൈസുകൾ കൊടുക്കുന്നുണ്ട്. ഇവിടെ 9.23 പ്രൈസ് കൊടുത്തിട്ടുണ്ട്. ആക്റ്റീവ് ആവുന്നുണ്ട്. 10 ക്യാൻഡിൽ റണ്ണിങ് ആണ്. 10 ക്യാൻഡിൽ എക്സിറ്റ് അടിക്കാൻ പറയുന്നുണ്ട്. അതൊക്കെ ഇവിടെ കാണാൻ പറ്റും നമുക്ക്. പിന്നെ റീ എൻട്രികൾ പറയുന്നുണ്ട്. അപ്പം അങ്ങനെയാണ് ഇതിൻ്റെ ഒരു കാര്യം പോണത്. ടോട്ടൽ ഇത്രയും കാര്യങ്ങളാണ് ഫ്രീ ഗ്രൂപ്പ് നടക്കുക. നിങ്ങൾ ഇതിൽ ജോയിൻ ചെയ്തിട്ട് നിങ്ങൾക്ക് നോക്കാവുന്നതാണ് എങ്ങനെയാണിത് വർക്കാവണത്, എന്താണ് കണ്ടീഷൻ അറിയാത്തവർ ഇപ്പോഴും ഉണ്ടെങ്കിൽ നിങ്ങൾ ഇത് നോക്കിയാലും മതി. ഇവിടെ ഞാനൊരു സ്ക്രീൻഷോട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് എടുക്കേണ്ടതെന്ന് ഞാനിവിടെ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് വായിച്ച് വെക്കുക പോസ്റ്റ് ചെയ്തിട്ട്. അല്ലെങ്കിൽ പിന്നെ ഇതാണ് നമ്മുടെ ഒരു എൻട്രി ടൈപ്പ് വരുന്നത്. ഒരു പ്രൈസ് ആക്ഷൻ ബേസ്ഡ് എൻട്രി ആണ്. പിന്നെ ഇതാണ് ഒരു ക്യാൻഡിൽ ഫോർമേഷൻ്റെ ഒരു സെറ്റപ്പ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് പോസ്റ്റ് ചെയ്ത് നിങ്ങൾ കണ്ട് നോക്കി നോക്കുക. പിന്നെ നമുക്കുള്ളത് പെയ്ഡ് ഗ്രൂപ്പാണ്. പെയ്ഡ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ 87 മെമ്പേഴ്സ് ഉണ്ട് ഇപ്പോൾ അതിൽ. പെയ്ഡ് ഗ്രൂപ്പിലും സെയിം തന്നെയാണ്. കൊടുക്കുന്ന ടൈം 8:32. അവിടത്തേക്കാളും ഫസ്റ്റ് ഞാൻ അവിടെ ഇപ്പോൾ ഫ്രീ ഗ്രൂപ്പിൽ ഇടുന്നേക്കാളും ഫസ്റ്റ് കിട്ടുക നമുക്ക് പെയ്ഡ് ഗ്രൂപ്പിലാണ്. അപ്പോൾ 8:30 ടൈമിന് പെയ്ഡ് ഗ്രൂപ്പിൽ കിട്ടും. അവിടെ അവിടെ നമുക്ക് ബാങ്ക് നിഫ്റ്റി, സെൻസസ്, നിഫ്റ്റി അതൊക്കെ വരും. ക്രൂഡ് ഓയിലും വരും കേട്ടോ. വരും. ഇന്ന് വലിയ മൂവ്മെൻറ്റ് ഇല്ലാത്ത ദിവസമാണ്. അപ്പോൾ അതിനും മാത്രമുള്ള സ്ക്രീൻഷോട്ടും കാര്യങ്ങളൊന്നും ഇല്ല. എന്നൊരു 1:1, 1:2 അങ്ങനെയൊക്കെ ഉള്ളൂ. അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് പോവാം. ഇപ്പോൾ ഞാൻ ഗ്രൂപ്പ് ഒന്ന് കാണിച്ചിട്ട് പോകാമെന്ന് വെച്ചിട്ടാണ്, മനസ്സിലായാലും. അപ്പോൾ ഇതാണ് 2 ക്രൂഡ് ഓയിലിൻ്റെ എടുപ്പ് ലേറ്റസ്റ്റ് കൊടുത്തതാണ്. അവിടെ ഞാൻ പറഞ്ഞിട്ടുണ്ട് 10 പോയിൻ്റ് SL, 10 പോയിൻ്റുള്ള SL. നിങ്ങൾ എവിടെ നിന്നാണോ പോയി എടുക്കണം അവിടെ നിന്ന് 10 പോയിൻ്റ് SL. നിങ്ങൾ എവിടെ നിന്നാണോ ട്രേഡ് എടുക്കണത് അവിടെ നിന്ന് 50 പോയിൻ്റാണ് ടാർഗറ്റ്. എല്ലാ ട്രേഡും ടാർഗറ്റ് കിട്ടണമെന്ന് നിർബന്ധമില്ല. എല്ലാ ട്രേഡും SL അടിക്കണം നിർബന്ധമില്ല. അപ്പോൾ അതിൻ്റെ അടിയിൽ വേറെ കാര്യം കൊടുത്തൊരു അതിൻ്റെ അടിയിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ വരെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ട്രേഡ് ക്രൂഡ് ഓയിൽ എടുത്തു കഴിഞ്ഞാൽ 1 മണിക്കൂറാണ് ഹോൾഡ് ചെയ്യേണ്ടത്. അത് കറക്റ്റായിട്ട് ചെയ്ത് പോവുക. പിന്നെ ഇതാണ് നമ്മുടെ പെയ്ഡ് ഗ്രൂപ്പിൻ്റെ ഡെയിലിയുള്ള പരിപാടികളാണ്. ഇത് കുറേ ഉണ്ട്. കുറേ കാണാൻ പറ്റും. 1244 ഫോട്ടോസും കാര്യങ്ങളും ഉണ്ട്. അങ്ങനെ തന്നെയാണ് ഫ്രീ ഗ്രൂപ്പ് കേട്ടോ. ഫ്രീ ഗ്രൂപ്പിലും ഉണ്ടാവും നല്ല രീതിക്ക് 1460 ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഉണ്ട് ട്രേഡ്സിൻ്റെ ഒക്കെ. ഇനിയുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ BTC ഗ്രൂപ്പാണ്. അതായത് ബിറ്റ്കോയിൻ്റെ ഗ്രൂപ്പ് ഒന്ന് നിങ്ങൾ നോക്കുക. ഞാൻ ഇന്ന് കൊടുത്ത ട്രേഡ്സ് കാണിച്ചു തരാം. ഇതിലിപ്പോൾ ഓൾറെഡി കുറച്ച് ട്രേഡ്സ് ഉണ്ട്. ഞാൻ ഇന്നത്തെ ഒന്ന് കാണിച്ചിട്ട് ബാക്കി ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. ഇത് ഇന്ന് കൊടുത്തതാണ്. ഇത് കൊടുത്ത ടൈം 8:44. ഈ ട്രേഡ് നമുക്ക് ആക്ടിവേഷൻ നടന്നിട്ടുണ്ടായിരുന്നു. ഈ 8:44 കൊടുക്കണത് സിയും പിയും കൊടുക്കും കേട്ടോ. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതൊരു PE ആണ്. പിന്നെ 8:44 തന്നെയാണിത്. ഇതൊരു C ആണ്. അങ്ങനെ 2 നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം 2 ആക്ടിവേഷൻ ആയിട്ടുള്ളതും ഞാൻ ഇട്ടിട്ടുണ്ട് ഇവിടെ, മനസ്സിലായില്ലേ. ഇതൊരു $100 വെച്ചിട്ടുള്ള പ്രോഫിറ്റാണ് വന്നതാണിത്.
പിന്നെ നമുക്ക് സിയിലാണ് നല്ലൊരു പ്രോഫിറ്റ് വന്നത്. ഇത് 600, ആക്ച്വലി ഇത് $600, $650 പോയിട്ടുണ്ട്. ഇതൊരു $200 സ്ക്രീൻഷോട്ട് വന്നതാണത്. അത് പിന്നെ റണ്ണിങ് തന്നെയായിരുന്നു മോളിക്ക്. നമ്മുടെ ഇവിടെ ഫുൾ ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ $200. അതിൻ്റെ മോളിക്ക് നല്ല രീതിക്ക് പോയിട്ടുണ്ട്. ഒരു $650 പ്രോഫിറ്റ് വന്നിട്ടുണ്ട്. 450 റണ്ണിങ് ഞാൻ പറഞ്ഞു ഇവിടെ ഇട്ടിട്ടുമുണ്ട്. പിന്നെ BTCയുടെ ഗ്രൂപ്പിൻ്റെ ടോട്ടൽ ഫോട്ടോസ് സ്ക്രീൻഷോട്ടുകളൊക്കെ ഇതാണ്. പറ്റാവുന്ന ട്രേഡ്സ് മാക്സിമം കൊടുക്കാറുണ്ട്. ഒരു ദിവസം ഒരു ട്രേഡ് 2 ട്രേഡ് അങ്ങനെയൊക്കെ കിട്ടും. അങ്ങനെ നല്ലൊരു പ്രോഫിറ്റ് വരുന്ന ട്രേഡ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ലല്ലോ. അപ്പോൾ ടോട്ടല് അത്രയും കാര്യങ്ങളാണ് ഗ്രൂപ്പ് വൈസ് നടക്കുന്നത്. നിങ്ങൾക്കിത് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രീ ഗ്രൂപ്പിൽ കയറുക, ടെലിഗ്രാം ഫ്രീ ഗ്രൂപ്പിൽ കയറുക. അപ്പോൾ നിങ്ങൾക്ക് അവിടെ നടക്കുന്ന ട്രേഡുകൾ കാണാൻ പറ്റും. അതിൽ നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ മാത്രം പെയ്ഡ് ഗ്രൂപ്പിൽ കയറുക. അപ്പോൾ നിങ്ങൾക്ക് അവിടെ നടക്കുന്ന കാര്യങ്ങൾ കാണാൻ പറ്റും. പിന്നെ ഉള്ളത് BTC ഗ്രൂപ്പാണ്. BTC ഗ്രൂപ്പിന് വേണ്ടിയിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഞാൻ. ആ ലിങ്ക് വെച്ച് നിങ്ങൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ BTCയിൽ ഞാൻ ഇടുന്ന ട്രേഡ്സ്, അതായത് ഇപ്പോൾ ഇന്നിട്ട ട്രേഡ്സ് ആണെങ്കിലും എപ്പോൾ ഞാൻ ഇടുന്ന ട്രേഡ്സ് ആണെങ്കിലും ഫ്രീ ആയിട്ട് നമുക്ക് കിട്ടും. അതിനൊരു പേയ്മെൻറ്റിൻ്റെ ആവശ്യമില്ല. നമ്മൾ ആകെ അവിടെ ഒരു പെയ്ഡ് ഗ്രൂപ്പ് നടത്തുന്നത് ഒറ്റ ഗ്രൂപ്പാണ്. ആ ഒറ്റ ഗ്രൂപ്പിൽ എല്ലാ ടൈപ്പുള്ള മെമ്പർഷിപ്പ് എടുത്ത ആൾക്കാരും ഉണ്ട്. അതായത് 1 ഇയർ എടുത്തവരുണ്ട്, ലൈഫ് ലോങ് എടുത്തവരുണ്ട്, 1 മന്ത് എടുത്തവരുണ്ട്. അത് ഒറ്റ ഗ്രൂപ്പായിട്ടാണ് നടത്തുന്നത് പെയ്ഡ് ഗ്രൂപ്പ്. അപ്പോൾ ആ ഒറ്റ പെയ്ഡ് ഗ്രൂപ്പ് ഉള്ളൂ എനിക്ക്. ബാക്കിയൊക്കെയും ഫ്രീ ഗ്രൂപ്പാണ്. ഗ്രൂപ്പുകളുടെ കാര്യം എന്ന് പറയാമെന്ന് വെച്ചുകൊണ്ടാണ് അപ്പോൾ ഇത്രയും പറഞ്ഞത് കേട്ടോ. നമുക്ക് ഇന്നത്തെ ട്രേഡിലേക്കൊക്കെ പോകാം. അവരുണ്ടായിരുന്ന 250 PE ആണ്. 250 നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇത് റീ എൻട്രികളാണ്. ഈ അടിയിലെടുക്കുന്ന 3 റീ എൻട്രികളാണ്. പിന്നെ ഒരെണ്ണം കണ്ടിന്യൂ എൻട്രി. ഈ 3 നമുക്ക് പ്രോഫിറ്റേ വരുള്ളൂ കേട്ടോ. എങ്ങനെ എടുത്താലും ഒരു പ്രോഫിറ്റേ വരിക. ഹോൾഡ് ചെയ്യണ ആൾക്കാർക്ക് പ്രശ്നമില്ല. ഹോൾഡ് ചെയ്യണ ആൾക്കാർക്ക് SL ഒന്നും പോകില്ല. SL പോകുന്നത് ഇവിടെയാണ്, മനസ്സിലായില്ലേ? ഈ ഒരു ഭാഗത്താണ്. 3 മണിക്കാണ് ഫസ്റ്റ് എൻട്രിയുടെ SL പോവുക. പക്ഷെ ഞാൻ അത്ര നേരം ഹോൾഡ് ചെയ്യണ്ട എന്നാണ് പറയണത്. 10 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് ഇറങ്ങാം. അവിടെ നമുക്ക് വേണമെങ്കിൽ ഒരു 2-3 പോയിന്റ് SL വരും. അല്ലാണ്ട് ഡയറക്റ്റ് SL 10 പോയിന്റ് എവിടെ അടിച്ചിട്ടില്ല. ഇനി അങ്ങനെ തന്നെയാണ് 3 എൻട്രി. നിങ്ങൾക്ക് ഇവിടെ ചെറിയ SL അടിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് റിക്കവർ ആക്കാം. അടുത്തൊരു എൻട്രി കണ്ടിന്യൂ ട്രേഡാണ്. അതൊരു 1:1 വന്നിട്ടുണ്ട്. ഇനി മോളിക്ക് വെയിറ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ ഈ ട്രേഡ് ഇത്തിരി നല്ല രീതിക്ക് പ്രോഫിറ്റ് പോകും. മോളിക്ക് വെയിറ്റ് ചെയ്യണവർക്ക് ഇത്തിരി നല്ല പ്രോഫിറ്റ് കിട്ടും. 27 പോയിൻ്റൊക്കെ വരുന്നുണ്ട്. നമ്മളതൊന്നും പറയണില്ല. 10 മിനിറ്റ് കൊണ്ട് നമുക്കൊന്നും കിട്ടണമെങ്കിൽ നമുക്ക് ഇറങ്ങാം. ഇനി മുകളിലത്തെ വേറെ എൻട്രി എടുക്കാന്നുണ്ടെങ്കിൽ അതിലും 1:1 വന്നിട്ടുണ്ട്. ഇതിപ്പോൾ 1:2 കിടക്കണത്. 12 പോയിന്റ് വന്നിട്ടുണ്ട് അത് കേട്ടോ. ഇനിയിപ്പോൾ ഇവിടെ ഒരു റീ എൻട്രി എന്ന് പറഞ്ഞ സംഭവമാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു 10 പോയിന്റ് നിങ്ങൾ ഇടേണ്ട വരും. നമുക്ക് 10 മിനിറ്റിൽ ഈ സംഭവത്തിൽ ഒരു ചെറിയ SL അല്ലെങ്കിൽ കോസ്റ്റ് വരും. ഈ ഒരു റീ എൻട്രി എടുക്കുകയെന്നുണ്ടെങ്കിൽ പിന്നെ ഒരു റീ എൻട്രിയുടെ ഓപ്ഷൻ ഇവിടെ വന്നിട്ടില്ല. ഈ റെഡ് കാനിലാണ്. അത് പക്ഷേ ഒരു ഡിസ്കൗണ്ട് എൻട്രി ആയിട്ട് നിങ്ങൾക്ക് എടുത്തിട്ട് വേണമെങ്കിൽ 2 കാനിൽ എടുക്കാമെന്ന് പറയാം. അതൊന്നും ചിലപ്പോൾ നടക്കുന്ന നിർബന്ധമില്ല. അപ്പോൾ ഇപ്പോൾ അതിനെ വിട്ട് വെച്ചേക്കാണ്. ഇതിലൊന്നും ചെയ്യാല്ലേ. അടുത്ത ലെവലിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. 65 കാണാൻ പറ്റും. അവിടെയൊക്കെ ഓൾറെഡി ഫസ്റ്റ് എൻട്രി ഈ എൻട്രി വന്നപ്പോൾ നമുക്ക് എടുക്കാൻ പറ്റും. പക്ഷേ എടുക്കുന്ന മാർക്കറ്റ് റെസ്പോണ്ട് ചെയ്തിട്ടില്ല. എന്നാൽ ഫുൾ സൈഡ് വൈസ് ആണ്. പിന്നെ ഉണ്ടായിരുന്നത് 82,200 PE ആണ്. അതൊരു 1:1 വന്നിട്ടുണ്ട്. ട്രേഡ് ആക്ടിവേറ്റ് ആവണം. 1:1 വരുന്നു. അത്രയുള്ളൂ അതിൻ്റെ ഉള്ളത്തെ കാര്യം. പിന്നെ 10 മിനിറ്റിൽ നമുക്ക് കോസ്റ്റ് പോയാലും പ്രശ്നമില്ല കേട്ടോ. ഈ ട്രേഡ് നമുക്ക് 1:1 കിട്ടി കോസ്റ്റ് എടുത്ത് പോകണം, പ്രശ്നമില്ല. നിങ്ങളുടെ ലോഡ് മാനേജ്മെൻ്റ് ആണ് അവിടുത്തെ ഒരു വിഷയം. ലോഡ് മാനേജ്മെൻറ്റിനെ കുറിച്ച് ഞാൻ കുറച്ച് നേരം കഴിഞ്ഞിട്ട് പറയട്ടെ. അതൊന്ന് പറയാനുണ്ട്. പിന്നെ 56,900 PE ആണ്. 56,900 ഒരു 10 മിനിറ്റിൽ എക്സിറ്റ് അടിക്കുക. അത്രയുള്ളൂ കാര്യം. റീ എൻട്രി ഒക്കെ ഇവിടെ വന്നിട്ടൊക്കെ ഉണ്ട്. ഇത് വേണമെങ്കിൽ എടുക്കാം, പ്രോഫിറ്റിക്ക് പോവാം. നിങ്ങളുടെ യുക്തിപൂർവ്വം നിങ്ങൾ ചെയ്യുക. എല്ലാ പ്രൈസും കാണുന്നതാണ് മുമ്പിൽ ഇരിക്കേണ്ടത്. പിന്നെ നമുക്ക് വേറെ കാര്യങ്ങൾ സംസാരിക്കാനില്ല. അപ്പോൾ ഇനി മെയിനായിട്ട് പറയാനുള്ള കാര്യം ലോഡ് മാനേജ്മെൻ്റ് ആണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ടൈമായിട്ട് പറയാം. നിങ്ങളിപ്പോൾ ഫസ്റ്റ് ടൈമാണ് ട്രേഡ് എടുക്കുന്നത്, അല്ലെങ്കിൽ കുറച്ച് കാലങ്ങളായിട്ട് ട്രേഡ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ ക്യാപിറ്റൽ 50,000 ആണ്, അല്ലെങ്കിൽ 1 ലക്ഷം ആണെങ്കിൽ 10 ലക്ഷമാണ്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 10 ലക്ഷത്തിനോ അല്ലെങ്കിൽ 50,000-നോ അല്ലെങ്കിൽ 10,000-നോ എല്ലാ ക്യാഷിനും പോയി ട്രേഡ് എടുക്കുക എന്നുള്ളതല്ല. ഇപ്പോൾ 10,000 ക്യാപിറ്റലുള്ള ഒരാൾ നിങ്ങൾക്ക് ഒരു 200 ട്രേഡ് ഒരു ലോട്ട് എടുക്കാനേ പറ്റുള്ളൂ. ഈ 200 ട്രേഡ് നമുക്ക് 20 രൂപയ്ക്ക് 10 ലോട്ട് എടുക്കാൻ പറ്റും. പക്ഷെ നിങ്ങൾ 10 ലോട്ട് എടുക്കുക എന്നുള്ളതല്ല അവിടുത്തെ കാര്യം. നിങ്ങൾക്ക് 1 ലോട്ട് എടുക്കാനേ പറ്റുള്ളൂ. അപ്പോൾ 1 ലോട്ട് തന്നെ നിങ്ങൾ എടുത്ത് പോവുക. നിങ്ങൾക്ക് ഒരിക്കലും 2 ലോട്ടിലേക്ക് പോകാൻ പറ്റണില്ലെങ്കിൽ പിന്നെ നിങ്ങൾ 10 ലോട്ട് എടുത്താൽ അങ്ങനെ ശരിയാവണത്. അത് 1 SL അടിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ക്യാപിറ്റലും പോവും. SL പോണൊക്കെ നല്ല രീതിക്ക് ക്യാപിറ്റൽ പോവും, മനസ്സിലായില്ലേ? SLൻ്റെ ഒപ്പം ക്യാപിറ്റൽ അവിടെ പോയി കിട്ടും. അതാണ് അവിടെ ഉണ്ടാകാൻ പോണത്. നിങ്ങൾ അങ്ങനത്തെ ഓരോ പരിപാടി ചെയ്യരുത്. ലോട്ട് കൂട്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മാസം കൂട്ടി പോണ ഒരു പ്രോസസ്സാണ്. ഒരു ട്രേഡിന് എത്ര എടുത്തു, വേറെ ട്രേഡിന് 10 ലോട്ട് എടുത്തു, വേറെ ട്രേഡിന് 5 ലോട്ട് എടുത്തു. ഒരു ദിവസത്തെ കാര്യം തന്നെ ഞാൻ സംസാരിച്ചുകൊണ്ട് നിൽക്കണത്. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും വലിയ സക്സസ് ആവാൻ കൊണ്ട് പറ്റില്ല. ഇതിൽ സക്സസ് എന്ന് പറഞ്ഞൊരു വേർഡ് നിങ്ങൾക്ക് വരില്ല.
വലിയ ലോട്ട് എടുത്ത് വലിയ പ്രോഫിറ്റ് ഒരു വട്ടം കിട്ടി, വലിയ ലോട്ട് എടുത്ത് ഒരു വട്ടം SL അടിച്ചാൽ തന്നെ വലിയൊരു SL ആയി. അപ്പോൾ വലിയ ലോട്ട് എടുക്കണതിൽ കാര്യമില്ല. അപ്പോൾ അതിനൊക്കെ നിങ്ങൾ ഒരു ലോട്ട് അല്ലെങ്കിൽ 2 ലോട്ട് ക്യാപിറ്റൽ ഇല്ലാത്തവർ ചെയ്ത് പോവുക. ഇനി ക്യാപിറ്റൽ ഉള്ള ആൾക്കാർ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു 10 ലക്ഷം ക്യാപിറ്റൽ ഉണ്ട്, അങ്ങനെയാണെങ്കിൽ നിങ്ങളൊരു 10 ലോട്ട് എടുത്തോ, പ്രശ്നമില്ല. മനസ്സിലായില്ലേ? 15 ലോട്ട് എടുത്ത് 20 ലോട്ട് എടുത്തോ പ്രശ്നമില്ല. ഒരു 10 ലക്ഷം ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ അത്രയ്ക്ക് ഉണ്ടാവണമെന്ന് മാത്രം. ലോൺ മാനേജ്മെൻറ്റ് ഭയങ്കര ഇമ്പോർട്ടൻസ് ആണ് ട്രേഡിങ്ങിൽ. നിങ്ങൾ കറക്റ്റായിട്ട് ലോട്ട് എടുക്കുക. അങ്ങനെ എടുക്കാണ്ട് ചെയ്യണവരുണ്ട് ഇപ്പോഴും. പിന്നെ എനിക്കിതൊക്കെ പറയണതിലൊരു പരിധിയുണ്ട്. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ എടുക്കുക. ലോസ് വന്നിട്ട് പിന്നെ വെറുതെ വിഷമിച്ചിട്ട് കാര്യമില്ല. സീരിയസ്ലി പറയില്ല ഞാൻ. നിങ്ങളിപ്പോൾ ഒരു ലോട്ടിൽ നിങ്ങൾ 3000 രൂപ ക്യാപിറ്റൽ എടുക്കണം, 3000 രൂപ പ്രോഫിറ്റ് എടുക്കുന്ന ആളായിരിക്കും. നിങ്ങൾ പെട്ടെന്ന് പോയിട്ട് 5 ലോട്ട് എടുത്ത് 3000 ചിലപ്പോൾ ഒരു പോയിന്റ് ഇറങ്ങിയാൽ തന്നെ 3000 പോകും. അതൊന്നും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും ലോട്ട് കൂട്ടരുത്. ലോട്ട് കൂടി ട്രേഡ് എടുത്ത് SL അടിക്കണക്കാൻ പറ്റുന്ന നിങ്ങൾ ഒരേ ലോട്ടിൽ ചെയ്തിട്ട് സെയിം ഒരു SL അടിക്കണതാണ്. അപ്പോൾ നിങ്ങൾക്കും നിങ്ങളുടെ ഒരു മൈൻഡ് സെറ്റ് അവിടെ കൺവിൻസ്ഡ് ആവും, സൈക്കോളജി കൺവിൻസ്ഡ് ആവും. നിങ്ങൾ നിങ്ങളെ തന്നെ കൺവിൻസ് ആക്കണം. അവിടെ ലോട്ട് കൂട്ടി പ്രോഫിറ്റ് എടുക്കുക എന്നുള്ളതല്ല കൺസെപ്റ്റ്. എനിക്കറിയാം എൻ്റെ ഈ കൺസെപ്റ്റിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ലോട്ട് കൂട്ടി 10 പോയിന്റ് കിട്ടും, അല്ലെങ്കിൽ ഒരു 40 പോയിന്റ് സെൻസസിൽ കിട്ടും, അല്ലെങ്കിൽ 30 പോയിന്റ് ബാങ്ക് നിഫ്റ്റിയിൽ എനിക്ക് നന്നായിട്ട് അറിയാം. നിങ്ങൾ ലോട്ട് കൂട്ടി അത്ര പോയിന്റ് എടുത്ത് ഇറങ്ങാം എന്നുള്ള കൺസെപ്റ്റിലാണ് നിങ്ങൾ ഇരിക്കേണ്ടാവുക, ലോട്ട് കൂട്ടി ചെയ്യുന്ന ആൾക്കാർ. അപ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യം ഒരെണ്ണം നിങ്ങളുടെ അഗെയിൻസ്റ്റ് പോയി കഴിഞ്ഞ് ഈ പറഞ്ഞ കഥകളൊക്കെ മാറി. മനസ്സിലായില്ലേ? അത് പക്ഷേ എൻ്റെ ഫോൾട്ടാവില്ല, നിങ്ങളുടെയും ഫോൾട്ടാവില്ല. നിങ്ങളുടെ ഫോൾട്ടാണ്. പക്ഷേ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ലേ. അത് മനസ്സിലായപ്പോഴേക്കും ക്യാപിറ്റൽ തീരും, നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി സംഭവം വെറുക്കും. ഞാനിവിടെ ഒരു 10 പോയിന്റ് മിനിമം എടുത്ത് ഉണ്ടെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾ ലോട്ട് കൂട്ടുക എന്നുള്ളതല്ല ചെയ്യണേ. ആ 10 പോയിന്റ് അങ്ങനെ 20 പോയിന്റ് ആക്കാം, എത്രത്തോളം നമുക്ക് ഹോൾഡ് ചെയ്യാം, അതിന് വേണ്ടിയിട്ട് എത്ര ലോട്ട് കൂട്ടാം, അത്ര ചിന്തിക്കേണ്ട കാര്യമുള്ളൂ. ഇപ്പോൾ ഒരു ലോട്ട് ഇടുന്ന ആൾക്കാർ 2 ലോട്ടിലേക്ക് മാറുക. അപ്പോൾ നിങ്ങൾക്ക് 10-15 പോയിന്റ് ആവണ നേരത്തെ ഒരു ലോണിനെ വിൽക്കുക, ഒരു ലോണിനെ SL തന്നെ വെക്കുക. ഫർദർ മാർക്കറ്റ് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രയൽ ചെയ്തിട്ട് ബാക്കിയും ബുക്ക് ചെയ്യാം. ഇതൊക്കെയാണ് ചെയ്യാൻ പറ്റുന്ന കാര്യം. നിങ്ങൾക്കത് മനസ്സിലാവണമെങ്കിൽ നിങ്ങൾ എനിക്ക് DM ചെയ്ത് ചോദിച്ചിട്ട് ലോട്ട് കൂട്ടിയിട്ട് ട്രേഡ് എടുക്കുക. വെറുതെ ലോട്ട് കൂട്ടി ട്രേഡ് എടുത്തിട്ട് നിങ്ങൾ ഒരു ലോസിൽ നിൽക്കണ്ട എന്ന് വെച്ചിട്ടാണ് പറയണത് കേട്ടോ. അപ്പോൾ നമ്മൾ ട്രേഡിംഗ് ഒക്കെ ചെയ്യുമ്പോൾ നന്നായിട്ട് മനസ്സിലാക്കിയിട്ട് ചെയ്യുക. ട്രേഡിങ് മനസ്സിലാക്കണതാണ് കാര്യം. അത്രയും മനസ്സിലാക്കിയിട്ട് ചെയ്യുമ്പോൾ വലിയ പ്രശ്നങ്ങളൊന്നും ഇതിൽ വരില്ല. അല്ലെങ്കിൽ പറഞ്ഞ രീതിയിലുള്ള സൈക്കോളജി ഇഷ്യൂ അല്ല, ഗ്രീഡിയാണ് മെയിനായിട്ടുള്ള പ്രശ്നം. ചെറിയ ക്യാപിറ്റൽ വെച്ച് വലിയ പ്രോഫിറ്റ് ഉണ്ടാക്കുക, അത് ഗ്രീഡി മൈൻഡ് സെറ്റാണ്. ഞാൻ തെറ്റൊന്നും പറയാനില്ല. പക്ഷെ നിങ്ങൾക്ക് ഈ പറഞ്ഞ സെയിം ലോട്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ഒറ്റ ട്രേഡോട് കിട്ടണം എന്നാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്. അതായത് നിങ്ങൾക്ക് 1 മാസം കാത്തിരിക്കാൻ ടൈമില്ല. നിങ്ങൾക്ക് 1 മാസം കൊണ്ട് ഇതേ പ്രോഫിറ്റ് കിട്ടും. നിങ്ങൾക്ക് എല്ലാ ട്രേഡും നിങ്ങളോട് തന്നെ ചോദിക്കുക. നിങ്ങൾക്ക് ഒരിക്കലും ഇത്രയും ലോട്ട് കൂട്ടിയിട്ട് നിങ്ങൾക്ക് എല്ലാ ട്രേഡും സക്സസ് റേറ്റ് കൊണ്ടുവരാൻ പറ്റില്ല. അപ്പോൾ 1 മാസം ഇരുന്നിട്ട് നമുക്ക് ആ സക്സസ് റേറ്റിലേക്ക് കൊണ്ടുവരാൻ പറ്റും. നിങ്ങളുടെ PNL ഒരു ഗ്രീൻ ആക്കണം എന്ന് മാത്രമേ ഉള്ളൂ. അത് നമുക്ക് നടത്താവുന്ന ഒരു കാര്യമുള്ളൂ. അത് നിങ്ങൾ കുറച്ച് കാര്യങ്ങളൊന്നും ഫോളോ ചെയ്യും. നിങ്ങളെ ഒന്ന് ബിൽഡ് ചെയ്തെടുക്കുക കറക്റ്റായിട്ട്. നമ്മുടെ ഇൻസ്ട്രക്ഷൻസ് ട്രേഡ് സെറ്റപ്പ് നിങ്ങൾ ചെയ്തോളും. പക്ഷേ നിങ്ങൾ ഈ ആയിക്കണം നിങ്ങളുടെ മണി മാനേജ്മെൻറ്റ് ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. മണി മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോട്ട് ഇൻക്ലൂഡഡ് ആണ്. നിങ്ങളുടെ മൈൻഡ് സെറ്റ് അതിനനുസരിച്ച് ഇൻക്ലൂഡഡ് ആണ്. നിങ്ങളുടെ കയ്യിലിരിക്കുന്ന എല്ലാ ക്യാഷും ഇൻവെസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ട്രേഡിൽ നിങ്ങളൊരു ട്രേഡ് എടുക്കുന്ന നേരത്ത് എല്ലാ കാശും ഒറ്റ ട്രേഡിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ള എല്ലാ കാര്യം. നിങ്ങൾക്ക് റിസർവായിട്ട് കുറച്ച് ഫണ്ട് വേണം. അത് വെറുതെ ഇരിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. ആ റിസർവ് നമ്മൾ ഉപയോഗിക്കണമെന്നില്ല. മനസ്സിലായില്ലേ? നിങ്ങൾക്ക് എങ്ങനെ നോക്കിയാലും നിങ്ങൾ ഒരു ലോട്ടിൽ ഒരു 50,000 ക്യാപിറ്റൽ ഉള്ള ഒരാളെന്ന് വെച്ചാൽ നിങ്ങൾ 2 ലോട്ടാണ് ചെയ്യണുള്ളൂ. 1500 ലോസ് വരുന്നുള്ളൂ 10 പോയിന്റ് പോയാലും. നിങ്ങളുടെ അടുത്ത ട്രേഡ് ചിലപ്പോൾ 20,000 രൂപയാണ് ഡെപ്പോസിറ്റ് ഉണ്ടാവുക. അതിൽ 1500 ലോസ് വരുന്നു. അപ്പോൾ 30,000 രൂപ നമുക്ക് ബാക്കപ്പ് ഉണ്ട്, 1500 ലോസേ ഉള്ളൂ. നമുക്ക് ഈസിയായിട്ട് അടുത്ത ട്രേഡിൽ ഇതേ 1500 കവറാക്കുകയും ചെയ്യാം. നല്ലൊരു 3000, 4000, 5000, 10,000 എന്ന് പറഞ്ഞാൽ ഈ പ്രോഫിറ്റിക്ക് പോവുകയും ചെയ്യാം. ഈ 2 ലോട്ട് വെച്ചിട്ട് കറക്റ്റായിട്ട് മനസ്സിലാക്കുക. ഈ 2 ലോട്ട് വെച്ചിട്ട് അങ്ങനെ പോവുകയും ചെയ്യാം. അപ്പോൾ നിങ്ങളത് മനസ്സിലാക്കുക. നിങ്ങൾക്ക് മനസ്സിലായാലും റിപ്പീറ്റിലൊന്ന് കേൾക്കുക, എന്നാലാണ് കാര്യം മനസ്സിലാവുള്ളൂ. ഇപ്പോൾ ലോഡ് മാനേജ്മെൻറ്റ് അങ്ങനത്തെ ഒരു വേർഡ് ഉണ്ടോ വെച്ച് കഴിഞ്ഞാൽ ഉണ്ട്. പക്ഷേ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളത് ചെയ്യണം. നിങ്ങളോട് തന്നെ പറയണം. ഞാൻ എടുത്തിട്ട് കാര്യമില്ല. എല്ലാ ദിവസവും ഇത്ര എടുക്കാൻ പറ്റില്ല. 200 രൂപയുടെ ട്രേഡ് നിങ്ങൾക്ക് 10 ലോട്ട് എടുക്കാൻ പറ്റും. അത്രയും കപ്പാസിറ്റി ഉള്ള ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം. അതർവൈസ് നിങ്ങൾക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ 50,000 ക്യാപിറ്റലുള്ളൂ. അപ്പോൾ 200 രൂപയുടെ ട്രേഡ് 10 ലോട്ട് എടുക്കാൻ ഒരിക്കലും പറ്റില്ല. അപ്പോൾ അങ്ങനത്തെ ആൾക്കാർ എടുക്കാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ ലോഡ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞ സ്കീമിലേക്ക് വരും. അവിടെ നിങ്ങൾ എടുക്കേണ്ടത് 2 ലോട്ടാണ്, അല്ലെങ്കിൽ 1 ലോട്ടാണ്, അല്ലെങ്കിൽ 3 ലോട്ടാണ്. ഇങ്ങനെയൊക്കെ എടുക്കാൻ പറ്റുള്ളൂ. അത് നിങ്ങൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് എടുക്കണം. നിങ്ങൾ എത്ര ലോട്ട് എടുക്കണം നിങ്ങൾ തീരുമാനിക്കുക. ആ ഒരു ലോട്ട് നിങ്ങൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് 1 മാസം എടുക്കുക.
എത്ര വലിയ ബുള്ളിഷ് മാർക്കറ്റ് ആണെങ്കിലും എത്ര ബീറിഷ് മാർക്കറ്റ് ആണെങ്കിലും ഈ സൈഡ് വൈസ് ആണെങ്കിലും ആ സെയിം ലോട്ട് മാത്രം എടുക്കുക. അങ്ങനെയാണെങ്കിലാണ് മാജിക് സംഭവിക്കുള്ളൂ. അതർവൈസ് നോ മാജിക്, ഓൺലി ട്രാജഡി ഉണ്ടാവുള്ളൂ ട്രേഡിങ് കരിയറിൽ കേട്ടോ. അപ്പോൾ അത്രക്കുള്ള ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുന്ന ഞാൻ സബ്സ്ക്രൈബിലേക്ക് ഇൻസ്റ്റാഗ്രാമിൽ വെച്ചേക്കുക. നിങ്ങൾ യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറീസും വീഡിയോസും ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നാളെ കാണാം. ഓക്കെ, ബൈ.